വെനസ്വേലയ്ക്കും ഇറാനും പിന്നാലെ ക്യൂബയുടെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള സൈനിക ഇടപെടലിനുള്ള തയ്യാറെടുപ്പിന്റെ പാരമ്യത്തിലാണ് ട്രംപ് ഭരണകൂടം. അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും കാറ്റിൽ പറത്തി വെനസ്വേലയിലെ മഡുറോ ഭരണകൂടത്തെ അട്ടിമറിച്ചതിനെ തുടർന്ന് 60 വർഷത്തിലേറെയായി ക്യൂബയ്ക്കെതിരെ US ഭരണകൂടങ്ങൾ തുടർന്നു വന്നിരുന്ന രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ ഉപരോധം ട്രംപ് ഭരണകൂടം കടുപ്പിച്ചിരുന്നു. അത് ക്യൂബയെ സാമ്പത്തികമായും ഊർജാവശ്യങ്ങളിലും തളർത്തുകയും തകർക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് തങ്ങളുടെ സ്വതസിദ്ധമായ സാമ്രാജ്യത്വ മുഠാളത്വം പ്രയോഗിക്കാനുള്ള ഇപ്പോഴത്തെ നീക്കം. ഒരു ചെറു ദ്വീപ് രാഷ്ട്രമായ ക്യൂബ വൈദ്യുതി ഉൽപാദനത്തിനും ചരക്കു നീക്കമടക്കം ഗതാഗത ആവശ്യങ്ങൾക്കും വെനസ്വേലയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതിയെയാണ് ആശ്രയിച്ചിരുന്നത്. വെനസ്വേലയിലെ മഡുറോ ഭരണകൂടത്തിന്റെ തകർച്ചയോടെ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി US തടഞ്ഞിരുന്നു. അത് വിവരണാതീതമായ ദുരിതത്തിലേക്കാണ് ജനങ്ങളെ തള്ളി നീക്കിയത്. ജനങ്ങളുടെ ദുരിതങ്ങളെ മുതലെടുത്ത ക്യൂബയെ പൂർണ്ണമായും വരുതിയിൽ കൊണ്ടുവരാനുള്ള നീക്കം വിജയം കാണാതായതോടെയാണ് സൈനിക ഇടപെടലിലൂടെ ക്യൂബയെയും രാജ്യത്തെ സാമ്രാജ്യ വിരുദ്ധ വിപ്ലവ ഭരണകൂടത്തെയും നിലം പരിശാക്കാനുള്ള US നീക്കം ആരംഭിച്ചത്. 33 കോടി ജനസംഖ്യയും ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സൈനിക സാമ്പത്തിക ശക്തിയുമായ US ആണ് 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള സാമ്രാജ്യത്വ ഉപരോധത്തിൽ ദുരിതത്തിലായ ഒരു രാഷ്ട്രത്തെയും ജനതയും കീഴ്പ്പെടുത്തി അടിമകളാക്കാൻ ശ്രമിക്കുന്നത്. അതിനവർ കണ്ടെത്തിയ ആയുധമാകട്ടെ ക്യൂബ USന്റെ രാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വാദമാണ്. അത് സ്ഥാപിക്കാൻ വേണ്ടി 30 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം പൊടി തട്ടിയെടുത്ത ക്യൂബയുടെ മുൻ പ്രസിഡന്റും സാമ്രാജ്യ വിരുദ്ധ വിപ്ലവ നായകനും ഫിഡൽ കാസ്ട്രോയുടെ സഹോദരനും 94 വയസ്സ് പിന്നിട്ട വയോധികനുമായ റാവുൾ കാസ്ട്രോ ഉൾപ്പെടെയുള്ളവരെ കുറ്റവാളികളായി പ്രഖ്യാപിച്ച് സൈനിക നീക്കത്തിലൂടെ പിടികൂടി USലെത്തിച്ച് വിചാരണ ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത്. 1959 സാമ്രാജ്യത്വ വിരുദ്ധ ക്യൂബൻ വിപ്ലവത്തിന്റെ വിജയത്തിനു മുൻപ് തന്നെ ആ കൊച്ചു ദ്വീപരാഷ്ട്രത്തിനെതിരായ US ഉപരോധം ആരംഭിച്ചിരുന്നു. USന്റെ പ്രത്യേകിച്ചും ക്യൂബയിലെ ചൂതാട്ട കേന്ദ്രങ്ങളെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ മാഫിയ സംഘങ്ങളുടെയും ക്യൂബയുടെ മുഖ്യ കാർഷിക കയറ്റുമതി വിഭവങ്ങളായ പഞ്ചസാരയുടെയും റമ്മിന്റെയും വിലയും വിപണിയും നിയന്ത്രിച്ചിരുന്ന നിക്ഷിപ്ത സാമ്പത്തിക താൽപര്യങ്ങളുടെയും നിയന്ത്രണത്തിലായിരുന്ന ഫുൾജൻസിയോ ബാറ്റിസ്റ്റയുടെ പാവഭരണത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ടാണ് ക്യൂബൻ വിപ്ലവം വിജയം വരിച്ചത്. അന്നു മുതൽ വിപ്ലവ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ US ഭരണകൂടവും അവരുടെ മാഫിയ സാമ്പത്തിക താൽപര്യങ്ങളും വിപ്ലവ വിജയത്തെ തുടർന്ന് മിയാമി തീരത്ത് നിലയുറപ്പിച്ച ക്യൂബൻ മധ്യവർഗ വിമത താൽപര്യങ്ങളും നിരന്തരം ശ്രമിച്ചു പോകുന്നു. 100 കണക്കിന് അട്ടിമറി ശ്രമങ്ങളാണ് ക്യൂബയ്ക്കെതിരെ കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെയായി നടന്നിട്ടുള്ളത്. 2025 സെപ്റ്റംബറിന് ശേഷം മാത്രം ക്യൂബയെ സഹായിക്കാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ 60-ലധികം ആക്രമണങ്ങൾ നടന്നു. അവയിൽ 193 പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1976 ക്യൂബയുടെ ഫെൻസിംഗ് ടീം അംഗങ്ങൾ ഉൾപ്പെടെ 73 യാത്രികരുടെ മരണത്തിൽ കലാശിച്ച ബോംബിംഗിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി മരണം വരെ സംരക്ഷിച്ചതും US ഭരണകൂടമാണ്. ക്യൂബയ്ക്കെതിരായ US ഭരണകൂടത്തിന്റെയും നിക്ഷിപ്ത താൽപര്യങ്ങളുടെയും അതിക്രമങ്ങളും കൊടും ക്രൂരതകളും വിവരണാതീതമാണ്. ക്യൂബയുടെ നിരന്തരമായ മുന്നറിയിപ്പുകൾ അവഗണിച്ച് 1996 ക്യൂബൻ അതിർത്തി ലംഘിച്ച ഒരു വിമാനം അവർ വെടിവെച്ചിട്ടിരുന്നു. ക്യൂബയിൽ അട്ടിമറി സംഘടിപ്പിക്കാൻ US പരിശീലനം ലഭിച്ച വിമതർ നിരന്തരം ശ്രമിച്ചിരുന്നു. അത്തരം ഒരു വിമാനമാണ് ക്യൂബൻ പ്രതിരോധ സേന തകർത്തത്. 30 വർഷത്തിനു ശേഷം ആ സംഭവത്തിന്റെ പേരിൽ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന റാവുൾ കാസ്ട്രോ ഉൾപ്പെടെ വിപ്ലവകാരികളിൽ 5 പേരെ കുറ്റവാളികളായി പ്രഖ്യാപിച്ചുള്ള സൈനിക നടപടിക്കാണ് ഇപ്പോൾ US നീക്കം. ട്രംപിന്റെ രാഷ്ട്രീയ ബിസിനസ് താൽപര്യങ്ങളുടെ കേന്ദ്രമാണ് ക്യൂബൻ വിമതരുടെ താവളമായ മിയാമി എന്നതും കൂട്ടി വായിക്കുക. അന്താരാഷ്ട്ര നിയമങ്ങളും സംഘടനകളും നീതിന്യായ വ്യവസ്ഥയും ട്രംപിന്റെ നേതൃത്വത്തിലുള്ള US ഭരണകൂടത്തിന്റെ ഭ്രാന്തവും ധിക്കാരപരവുമായ മാനവികതയെ അപ്പാടെ നിരാകരിക്കുന്നതുമായ നയ സമീപനങ്ങളുടെ ഫലമായി കടുത്ത പ്രതിസന്ധിയെയും ശൈഥില്യത്തെയുമാണ് നേരിടുന്നത്. അതിനെതിരെ രാഷ്ട്രീയവും ധാർമ്മികവുമായ പ്രതിരോധമുയർത്തേണ്ട ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ട്രംപിന്റെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി വിശ്വസ്ത വിധേയരായി നിൽക്കുന്ന ദയനീയവും അപമാനകരവുമായ കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. മഡുറോയ്ക്ക് പകരം വെനസ്വേലയിൽ അധികാരത്തിൽ ട്രംപ് ഭരണകൂടം അവരോധിച്ച പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന്റെ ഇന്ത്യ സന്ദർശന വാർത്ത US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയിൽ നിന്നും കേൾക്കേണ്ടിടത്തോളം മോഡി ഭരണകൂടത്തിന്റെ അടിമ മനോഭാവം എത്തിയിരിക്കുന്നു എന്നതാണ് അവസ്ഥ. അത്തരമൊരു ലോക സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യ കാംക്ഷികളുടെയും
ജനാധിപത്യ വിശ്വാസികളുടെയും രാജ്യാതിർത്തികൾ ഭേദിക്കുന്ന രാഷ്ട്രാന്തര ഐക്യദാർഢ്യത്തിലായിരിക്കും മനുഷ്യരാശിയുടെ സാമ്രാജ്യത്വ വിരുദ്ധ വിമോചന പ്രതീക്ഷ.